പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, സാബത്ത് ദിനത്തിൽ ബലി അർപ്പിച്ച് നന്നായിട്ട് ഈശോയെ സ്വീകരിച്ചിട്ട് ആണ് ഈ വചനം കേൾക്കണമെന്ന് അച്ഛൻ അറിയാം. ഇന്ന് നമ്മൾ ബലി അർപ്പിച്ച് പ്രാർത്ഥിച്ച് എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളിലും മേലും കർത്താവ് കരുണ വർഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നത്. ഇപ്പോൾ ഓരോ ദിവസവും പറയണത് എന്തിനാണെന്ന് അറിയാമോ സഹോദരങ്ങളെ? ശരിക്ക് ഓരോ ബലിയർപ്പണത്തിൻ്റെയും വില അമൂല്യമാണ്. നമ്മളൊരു പക്ഷേ ബലിയർപ്പിക്കുന്നത് കഴിഞ്ഞിട്ട് വേണം ഇനി മീറ്റ് മേടിക്കാൻ, ആ രീതിയിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല, ഓരോ ബലിയർപ്പണം. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ തവണയും പറയണം, ഇന്ന് അർപ്പിച്ച പരിശുദ്ധ കുർബാനയുടെ അനന്തയോഗ്യതയാൽ ഒരു പ്രത്യേക കൃപ, ഒരു അഭിഷേകം നമ്മൾ നിറയട്ടെ എന്ന് ആശംസിക്കണം. ഹല്ലേലൂയ. ഇങ്ങനെയൊക്കെയാണ് ആശംസിക്കേണ്ടത്, അല്ലാതെ ചുമ്മാ ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ അതൊക്കെ നല്ലതാണ്. പക്ഷേ ആ ഒരു ബലിയുടെ കൃപ ലഭിക്കട്ടെ എന്ന് നമ്മൾ ബോധപൂർവം പറയുമ്പോൾ അതൊരു കൃപയായിട്ട് മാറും. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് അച്ഛൻ്റെ വലിയൊരു ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ളൊരു വചനമാണ്. അത് വിശുദ്ധ ഗ്രന്ഥത്തിലെ യാബസിൻ്റെ പ്രാർത്ഥന. നിങ്ങൾക്ക് പലർക്കും അറിയാമെന്ന് അച്ഛനറിയാം. അത് ദിനവൃത്താന്തത്തിൻ്റെ 1-ാം പുസ്തകം 4:10. യാബസ് പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ്? അവൻ വലിയ ദുരിതത്തിലും ദുരന്തത്തിലൊക്കെ ആയിരുന്നു. അതൊന്നിട്ട് ഇസ്രായേലിൻ്റെ ദൈവത്തോട് അവൻ ഇസ്രായേലിൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിക്കുന്നത്? ദൈവമേ, അങ്ങനെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ, അങ്ങയുടെ കരം എന്നോട് കൂടെയായിരിക്കുകയും വിപത്തുകളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളുകയും ചെയ്യണമേ. അവൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. അവൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. പ്രിയ സഹോദരങ്ങളെ, അവൻ ഇസ്രായേലിൻ്റെ ദൈവത്തോട് ദൈവമേ അങ്ങനെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ. അതായത് നമ്മൾ ഒരു പക്ഷേ അത് ഭൂമിയുടെ അതിർത്തി, ഒരു 10 സെൻറ്റും കൂടി വേണം കർത്താവേ, അങ്ങനെ അതല്ല. ഏതൊക്കെ മേഖലയിലാണോ നമ്മൾ ഞെരുങ്ങുന്നത്, അതിൻ്റെ ചിലപ്പോൾ സമാധാനത്തിൻ്റെ മേഖലയിൽ നമ്മൾ ഞെരുങ്ങായിരിക്കും, രോഗത്തിൻ്റെ മേഖലയിൽ നമ്മൾ ഞെരുങ്ങായിരിക്കും, അനർത്ഥങ്ങളുടെയും ദുരന്തങ്ങളുടെയും മേഖലയിൽ നമ്മൾ ഞെരുങ്ങായിരിക്കും. എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ, സമാധാനത്തിൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ, രോഗത്തിൻ്റെ മേഖലയിൽ നിന്ന് വിടുതൽ നൽകണമേ, സാമ്പത്തികമായ ഞെരുക്കങ്ങൾ കർത്താവ് ഒരു തുറവി നൽകണമേ. പ്രിയ സഹോദരങ്ങളെ, ആവർത്തിച്ച് പറയുക, അവൻ ഇസ്രായേലിൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, അങ്ങ് എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ, അങ്ങയുടെ കരം എന്നോട് കൂടെയായിരിക്കുകയും വിപത്തുകളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളുകയും ചെയ്യണമേ. അവൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ഹൃദയം കൊണ്ട് ഇപ്പം അച്ഛൻ പ്രാർത്ഥിച്ചില്ലേ, കണ്ണടച്ചിട്ട് ഈ വചനം ആവർത്തിച്ച് പറയുകയാണെങ്കിൽ വചനത്തിലൂടെ നൽകുന്ന വിടുതലിൻ്റെ ശക്തി പ്രിയ സഹോദരങ്ങൾ നമുക്ക് അനുഭവിക്കാൻ പറ്റും. വിശ്വസിക്കണം. ആദ്യം ഇത് ദൈവത്തിൻ്റെ വചനമാണെന്ന് വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിലാണ് വചനം പ്രവർത്തിച്ച് നമ്മെ വിടുവിക്കുക. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ആശീർവാദ വേളയിൽ ഈ ഒരു ഗിഫ്റ്റിന് വേണ്ടി പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ദൈവം നമ്മെ അനുഗ്രഹിക്കുന്ന 2 ചാലക ശക്തികളാണ്. ഒന്ന് സഭയുടെ അമൂല്യ നിധികളാണ്. ഒന്ന് പരിശുദ്ധ കുർബാന, 2 വിശുദ്ധ കുമ്പസാരം. കഴിഞ്ഞ ദിവസം അച്ഛനെ കാണാൻ വന്ന ഒരു സഹോദരൻ, അദ്ദേഹം ആ ഇടവക ശിഥിലീകരിക്കപ്പെട്ടു, തകർന്ന് തരിപ്പണായിപ്പോയി. 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ഞങ്ങളുടെ ഇടവക കൂട്ടായ്മ തകരാനുള്ള 2 പ്രധാന കാരണം, ഒന്ന് പരിശുദ്ധ കുർബാനയോട് ഞങ്ങൾക്ക് യാന്ത്രികവൽക്കരണം. പരിശുദ്ധ കുർബാനയിൽ അങ്ങനെ വലിയ ഭക്തിയൊന്നുമില്ല. കുർബാനയ്ക്കൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. പരിശുദ്ധ കുർബാനയോടുള്ള ഭക്തി നഷ്ടപ്പെട്ടു, സ്നേഹം നഷ്ടപ്പെട്ടു. ഭക്തി എന്ന് പറഞ്ഞാൽ സ്നേഹം നഷ്ടപ്പെട്ടു. 2 പരിശുദ്ധ കുമ്പസാരം അനേകരുടെ ജീവിതത്തിലില്ല. കുറച്ച് പേർക്കും ഉണ്ട്, അത് യാന്ത്രികമായി പോയി. പരിശുദ്ധ കുർബാന, പരിശുദ്ധ കുമ്പസാരം, ഇതിൽ നിന്ന് അകന്നോ നമ്മുടെ കൂട്ടായ്മകളും നമ്മുടെ കുടുംബങ്ങളും ശിഥിലീകരിക്കപ്പെടും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അതുകൊണ്ട് ഈ 2 കാര്യങ്ങൾ നമ്മൾ ആരംഭിക്കണം. എത്ര യുദ്ധകാലാടിസ്ഥാനത്തിൽ ആരംഭിക്കണം, എത്ര വില കൊടുത്താണെങ്കിലും നമ്മളത് ചെയ്യണം. ഈ വചനം ആവർത്തിച്ച് പറയണം. ദൈവ അത്ഭുതം നമ്മുടെ കുടുംബങ്ങളിൽ പ്രവർത്തിക്കും. പ്രൈസ് ദ ലോർഡ്. ഈശോ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.